കോപ്പറേറ്റീവ് എഡ്യൂടെക്കിന്റെ ക്യാപിറ്റൽ മാർക്കറ്റ് ക്ലാസ്സിലേക്ക് സ്വാഗതം. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ പരിശീലനത്തിന്റെ ഭാഗമായിട്ട് ഒരു ദിവസം ഒന്നിലധികം വീഡിയോ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യപ്പെടുന്നുണ്ട്. ക്ലാസ്സുകൾ യഥാസമയം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. 7ാമത്തെ മൊഡ്യൂളാണ് ക്യാപിറ്റൽ മാർക്കറ്റ്, കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ അസിസ്റ്റന്റ്, കേരള PSC സിലബസ് പ്രകാരം. എല്ലാ മൊഡ്യൂളുകളുടെയും, അതായത് മൊത്തം 10 മാർക്കിന്റെ 10 മൊഡ്യൂളുകളുടെയും ക്ലാസ്സുകൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് അതാത് പ്ലേലിസ്റ്റ് അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കാണുക. ക്ലാസ്സിന്റെ നോട്ടിന് വേണ്ടിയിട്ട് ടെലഗ്രാം ഗ്രൂപ്പ് ഫോളോ ചെയ്യുക. ഓരോ ക്ലാസ്സിനു ശേഷം ആ ക്ലാസ്സുമായി ബന്ധപ്പെട്ട MCQ ക്വസ്റ്റ്യനുകൾ PYQ ഉൾപ്പെടെ, അതായത് UGC നെറ്റ്, കേരള PSC കൊമേഴ്സ് ക്വസ്റ്റ്യൻ, CA ഇന്റർ, സെറ്റ് പോലുള്ള പരീക്ഷകളുടെ മുൻകാല ക്വസ്റ്റ്യൻ പേപ്പർ ഉൾപ്പെടെ ആണ് MCQ ഡിസ്കഷനായി നടത്തപ്പെടുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. 7ാമത്തെ മൊഡ്യൂളായ ക്യാപിറ്റൽ മാർക്കറ്റിന്റെ 10ാമത്തെ ക്ലാസ് ആയത്. മുൻ ക്ലാസ്സുകൾക്ക് ശേഷം മാത്രമേ ഈ ക്ലാസ് കേൾക്കാവൂ. പല ടേമുകളും മുൻപേ ഡിസ്കസ് ചെയ്തതാണ്. ഈ ക്ലാസ്സിൽ പ്രൈമറി മാർക്കറ്റ് എന്താ എന്നാണ് ഉൾപ്പെടുത്തിയത്. നമ്മുടെ സിലബസ് പ്രകാരം അടുത്ത നമ്മുടെ പോയിന്റ് ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെന്റിന് ശേഷം പ്രൈമറി മാർക്കറ്റ് ആണ്. പ്രൈമറി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ മാർക്കറ്റ് വേർ ന്യൂ സെക്യൂരിറ്റീസ് ആർ ഇഷ്യൂഡ് ആൻഡ് സോൾഡ് ടു ഇൻവെസ്റ്റേഴ്സ് ഫോർ ദി ഫസ്റ്റ് ടൈം. ആദ്യമായിട്ട് ഒരു ഷെയർ, ഒരു ഡിബെഞ്ചർ ഒരു മാർക്കറ്റിൽ ആദ്യമായിട്ട് ഇഷ്യൂ ചെയ്യുന്ന ആ പ്രോസസ്സ്, ഇഷ്യൂ ചെയ്യുന്ന മാർക്കറ്റിനെയാണ് പ്രൈമറി മാർക്കറ്റ് എന്ന് പറയാം. അതുകൊണ്ട് തന്നെ ന്യൂ ഇഷ്യൂ മാർക്കറ്റ് NIM എന്നും ഇതിനറിയപ്പെടുന്നു. സാധാരണ കമ്പനികൾ, ഗവൺമെന്റ്, പബ്ലിക് സെക്ടർ കമ്പനികൾ, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഫണ്ട് റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രഷ് ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ, ന്യൂ ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ, ന്യൂ ഡിബെഞ്ചർ അല്ലെങ്കിൽ ന്യൂ ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യുമ്പോൾ, ഇനി അത് മറ്റേതൊരു സെക്യൂരിറ്റീസ് ആയിക്കോട്ടെ, അത് പുതിയതായിട്ട് ആദ്യമായിട്ട് ഇഷ്യൂ ചെയ്യുന്ന മാർക്കറ്റാണ് പ്രൈമറി മാർക്കറ്റ്. പ്രൈമറി മാർക്കറ്റ് മെയിൻലി ഹെൽപ്സ് ഇൻ ക്യാപിറ്റൽ ഫോർമേഷൻ. തീർച്ചയായിട്ടും സെക്കൻഡറി മാർക്കറ്റിനെ പോലെ പ്രൈമറി മാർക്കറ്റിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഫണ്ട് റൈസ് ചെയ്യാനുള്ള ഒരു മാർക്കറ്റ്, ഒരു സിസ്റ്റം സജ്ജീകരിക്കുക എന്ന് മാത്രം തന്നെയാണ്. അപ്പോൾ നമുക്ക് പ്രൈമറി മാർക്കറ്റിനെ ഒരു ഫ്രഷ് ഇഷ്യൂ മാർക്കറ്റ്, ന്യൂ ഇഷ്യൂ മാർക്കറ്റ്, ആദ്യമായിട്ട് ഇഷ്യൂ ചെയ്യുന്ന മാർക്കറ്റിനെയാണ് പ്രൈമറി മാർക്കറ്റ് എന്ന് പറയാം. അതുകൊണ്ട് തന്നെ ഫിസിക്കൽ ലൊക്കേഷൻ ഒന്നും പ്രൈമറി മാർക്കറ്റിന് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. സെക്കൻഡറി മാർക്കറ്റിനാകുമ്പോൾ NSE, BSE പോലുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ ഫിസിക്കലി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അത് പറയാം, അത് സെക്കൻഡറി മാർക്കറ്റ് ആണെന്ന് പറയാം. പ്രൈമറി മാർക്കറ്റിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവർ ചില വർക്കുകൾ പ്രൈമറി മാർക്കറ്റിന്റെ ഭാഗമായിട്ട് നടക്കുന്നു. ബാങ്കുകൾ, ഇൻവെസ്റ്റ്മെന്റ് ബാങ്കുകൾ, ബ്രോക്കേഴ്സ്, അവർ ചില വർക്കുകൾ ഇപ്പോൾ ആദ്യമായി ഇഷ്യൂ ചെയ്ത ഷെയർ അലോട്ട്മെന്റിൽ പ്രകാരം ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് എത്തി കഴിഞ്ഞിട്ട് അതിന്റെ ഫസ്റ്റ് ഡേയിൽ തന്നെ അത് വിൽക്കുകയാണെങ്കിൽ അവിടെ നിന്നുള്ള പ്രോസസ്സ് പിന്നെ സെക്കൻഡറി മാർക്കറ്റിൽ നടക്കുന്നത്. അപ്പൊ അതിന്റെ അപ്ലിക്കേഷനും അലോട്ട്മെന്റും ഒക്കെയാണ് പ്രൈമറി മാർക്കറ്റിൽ നടക്കുക. നമുക്ക് ഇതിന്റെ ഫീച്ചേഴ്സിൽ നോക്കാം. ഫീച്ചേഴ്സിൽ ഒന്ന് ന്യൂ ഇഷ്യൂ മാർക്കറ്റ് ആണ്. സെക്യൂരിറ്റീസ് ആർ സോൾഡ് ഫോർ ഫസ്റ്റ് ടൈം. ആദ്യമായിട്ട് സെക്യൂരിറ്റീസ്, ബോണ്ട്, ഡിബെഞ്ചർ അല്ലെങ്കിൽ ഷെയറുകൾ ഒക്കെ ആദ്യമായിട്ട് ഇഷ്യൂ ചെയ്യുന്ന മാർക്കറ്റിനെയാണ് പ്രൈമറി മാർക്കറ്റ് എന്ന് പറയാം, ന്യൂ ഇഷ്യൂ മാർക്കറ്റ്. പിന്നെ ഡയറക്റ്റ് ഫണ്ട് റൈസിംഗ് ആണ്. കാരണം ഇവിടെ എക്സ്ചേഞ്ച് ഒന്നല്ല നടക്കുന്നത്, നേർക്ക് നേരെ കമ്പനികൾ ഇൻവെസ്റ്റർ കയ്യിൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ട്, ഫണ്ട് റൈസ് ചെയ്യാൻ പറ്റുന്ന മാർക്കറ്റാണ്. ഡയറക്റ്റ് ഫണ്ട് റൈസിംഗ് ആണ്. ഇഷ്യൂവർ റൈസ് ക്യാപിറ്റൽ ഡയറക്റ്റ്ലി ഫ്രം ഇൻവെസ്റ്റർ. നോ ഫിസിക്കൽ ലൊക്കേഷൻ. മറ്റുള്ള നേരത്തെ പറഞ്ഞ BSE, NSE എക്സ്ചേഞ്ചുകൾക്ക്, സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾക്ക് അത് സെക്കൻഡറി മാർക്കറ്റിന്റെ ഭാഗമാണ്. പ്രൈമറി മാർക്കറ്റിന് ഒരു ഒരു നോ ഫിസിക്കൽ ലൊക്കേഷൻ ഇല്ല. സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾക്ക്, NSE, BSEകൾക്ക് ഒരു ഫിസിക്കൽ ലൊക്കേഷൻ ഉണ്ടെങ്കിൽ പോലും പ്രൈമറി മാർക്കറ്റിന് എന്തുണ്ടാവില്ല, ഒരു ഫിസിക്കൽ ലൊക്കേഷൻ. പ്രൈമറി മാർക്കറ്റിന്റെ ഫംഗ്ഷൻ മാത്രം നടക്കുന്ന ലൊക്കേഷൻ ഉണ്ടാവില്ല. അവിടെ പല വർക്കും നടക്കുന്നുണ്ടാവും, പല പ്രവർത്തനം നടക്കുന്നുണ്ടാവും. അതിൽ ഒരു ഭാഗം ചില പ്രോസസ്സിൽ അത് പ്രൈമറി മാർക്കറ്റ് ആയിട്ട് വരും. അതിങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി മുന്നോട്ട് പോകുമ്പോഴേ പിന്നീട് എന്തായി മാറിയിട്ടുണ്ടാവും, സെക്കൻഡറി ആയിട്ടുണ്ടാകും. ഇനി റെഗുലേറ്റഡ് ബൈ സെബി ആണ്. പ്രൈമറി മാർക്കറ്റും സെക്കൻഡറി മാർക്കറ്റും ഇന്ത്യയിൽ റെഗുലേറ്റ് ചെയ്യപ്പെടുന്നത് സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്ന സ്റ്റോക്ക് മാർക്കറ്റ് റെഗുലേറ്ററി ഏജൻസിയാണ്, അല്ലെങ്കിൽ സെബി ആണ്.
പിന്നെ ക്യാപിറ്റൽ ഫോർമേഷൻ ആൻഡ് ഗ്രോത്ത്, പ്രൊമോട്ട് ക്യാപിറ്റൽ ഫോർമേഷൻ ആൻഡ് ഗ്രോത്ത്, ഫണ്ട് റൈസ് ചെയ്യാൻ പറ്റിയ ഒരു മാർക്കറ്റും കൂടിയാണ് പ്രൈമറി മാർക്കറ്റ് എന്നത്. ഇനി നമുക്ക് ഇതിന്റെ ഫങ്ഷൻസ് ആണ് നോക്കേണ്ടത്. ഫങ്ഷൻസ് ഓഫ് പ്രൈമറി മാർക്കറ്റ് മെയിൻ ആയിട്ട് ഒറിജിനേഷൻ, അണ്ടർ റൈറ്റിംഗ്, ഡിസ്ട്രിബ്യൂഷൻ എന്നിങ്ങനെ 3 ഫങ്ഷൻസ് ആണ് പ്രൈമറി മാർക്കറ്റിന്റെ ഭാഗമായിട്ട് വരുന്നത്. ഓരോ ഫങ്ഷൻസും ഡീറ്റെയിൽഡ് ആയിട്ട് പറയേണ്ടതുണ്ട്. ആദ്യ ഫങ്ഷനായ ഒറിജിനേഷൻ എന്ന് പറയുമ്പോൾ ഒരു പ്രിപ്പറേഷൻ സ്റ്റേജ് ആണ്, പ്രിപ്പയറിംഗ് ദി ഗ്രൗണ്ട് വർക്ക് ആണ്. കാരണം ഇതിന്റെ മുൻപേ ആയിട്ട് കുറച്ച് പ്രിപ്പറേഷൻസ്, പ്ലാനിങ്ങും കാര്യങ്ങളും ആവശ്യമുണ്ട്. ആ സ്റ്റേജിനെയാണ് ഒറിജിനേഷൻ എന്ന് പറയാം. പ്രിപ്പയറിംഗ് ഫോർ ന്യൂ ഇഷ്യൂ സച്ച് ആസ് പ്രൊജക്ട് അപ്രൈസൽ, കംപ്ലൈൻസ്, ഡോക്യുമെന്റേഷൻ. അതായത് പ്രിപ്പറേറ്ററി വർക്ക് എന്ന് പറയുമ്പോൾ ഒരു പുതിയ ഇഷ്യൂ നടക്കുന്നതിന് മുമ്പായിട്ട്, പബ്ലിക്കിന് ഓഫർ ചെയ്യുന്നതിന് മുമ്പായിട്ട് അവിടെ പ്ലാനിങ്ങും, ഇൻവെസ്റ്റിഗേഷൻ, അനാലിസിസ്, ഡിസൈനിങ് ഓഫ് ദ ഇഷ്യൂ, ഏത് തരം, ഏത് ടൈപ്പ്, അത് IPO ആയിട്ട് വേണോ, റൈറ്റ് ഇഷ്യൂ ആയിട്ട് വേണോ, പ്രൈവറ്റ് പ്ലേസ്മെന്റ് ആണോ, FPO ആണോ, എങ്ങനെ എന്നതിനൊക്കെ മുൻകൂട്ടി തന്നെ തയ്യാറെടുപ്പ് എടുക്കേണ്ടതുണ്ട്. ഈ സ്റ്റേജിൽ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്സും മർച്ചന്റ് ബാങ്കേഴ്സും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒക്കെ സാധാരണഗതിയിൽ കമ്പനിയെ എന്ത് ചെയ്യാറുണ്ട്, ഹെൽപ്പ് ചെയ്യാറുണ്ട്. മാത്രമല്ല ഈ സ്റ്റേജിലാണ് ഇതിനൊരു ടെക്നിക്കൽ ഫീസിബിലിറ്റി നടത്താറുള്ളത്. ഫിനാൻഷ്യൽ റിക്വയർമെന്റ്, എത്രത്തോളം ഫണ്ട് റൈസ് ചെയ്യേണ്ടതുണ്ട്, ഏത് തരം ക്യാപിറ്റൽ ആയിരിക്കണം, ഡിബെഞ്ചർ ആണോ, ഷെയർ ആണോ, അതായത് ആ ക്യാപിറ്റൽ സ്ട്രക്ചർ എങ്ങനെ ആയിരിക്കണം. പിന്നെ സെബി ഗൈഡ് ലൈൻസ് ഉണ്ട്, ലീഗൽ ഫോർമാലിറ്റീസ് ഉണ്ട്, അതൊക്കെ പാലിക്കപ്പെടേണ്ടതുണ്ട്. പിന്നെ ഏത് തരം ഇഷ്യൂ ആണ് നടത്തേണ്ടത്, അത് IPO ആണോ, റൈറ്റ് ഇഷ്യൂ ആണോ, പ്രൈവറ്റ് പ്ലേസ്മെന്റ് ആണോ, പല മെത്തേഡ്സ് ഉണ്ട് പ്രൈമറി മാർക്കറ്റിൽ ഫണ്ട് റൈസ് ചെയ്യാൻ, അത് ഏത് ഫോളോ ചെയ്യണം. പിന്നെ പ്രോസ്പെക്ടസും കൂടി ഡ്രാഫ്റ്റ് ചെയ്യേണ്ടത്, ഡ്രാഫ്റ്റ് പ്രോസ്പെക്ടസും ഈ സ്റ്റേജിന്റെ ഭാഗമായിട്ട് വരും. ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ പ്രിപ്പയറിംഗ് ദി ഗ്രൗണ്ട് വർക്ക് ഫോർ റൈസിംഗ് ഫണ്ട് ആണ് ഒറിജിനേഷൻ സ്റ്റേജ് നടക്കുന്നത്. അതിനുശേഷം അണ്ടർ റൈറ്റിംഗ് എന്ന സ്റ്റേജാണ്, എന്ന ഫംഗ്ഷൻ ആണ്. അണ്ടർ റൈറ്റിംഗ് അക്കൗണ്ട്സിൽ പഠിച്ചിട്ടുണ്ടാവും. അണ്ടർ റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്യാരണ്ടി ആണ്, ഗ്യാരണ്ടി ബൈ അണ്ടർ റൈറ്റേഴ്സ്. എന്തിനുള്ള ഗ്യാരണ്ടിയാണ്? ദേ വിൽ സബ്സ്ക്രൈബ് ടു ദി സെക്യൂരിറ്റീസ് ഇഫ് ദി പബ്ലിക് ഡസ് നോട്ട്. പബ്ലിക് സെക്യൂരിറ്റി സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ അത് അണ്ടർ റൈറ്റർ സബ്സ്ക്രൈബ് ചെയ്യും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്യാരണ്ടി പ്രോസസ്സാണ് അണ്ടർ റൈറ്റിംഗ്. അതിന് ഒരു കമ്മീഷൻ ചാർജ് ചെയ്യും. അപ്പോൾ ഫുള്ളി സബ്സ്ക്രൈബ്ഡ് എന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പാണ് അണ്ടർ റൈറ്റിംഗ്. ഇൻ കേസ് പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ കമ്പനികൾക്ക് കോൺഫിഡൻസ് കൂടാനുള്ള ഒരു മാർഗ്ഗമാണ്, ഇൻവെസ്റ്റേഴ്സിനും അത് കോൺഫിഡൻസ് ആണ്. അപ്പോൾ റിസ്ക് ഓഫ് അണ്ടർ സബ്സ്ക്രിപ്ഷൻ എന്ന കാര്യത്തെ ഒഴിവാക്കാൻ പറ്റും ഏതിലൂടെ? അണ്ടർ റൈറ്റിംഗിലൂടെ. അണ്ടർ സബ്സ്ക്രിപ്ഷൻ, ഓവർ സബ്സ്ക്രിപ്ഷൻ ഉണ്ടല്ലോ. അപ്പൊ അണ്ടർ സബ്സ്ക്രിപ്ഷൻ എന്ന ആ റിസ്ക് എന്ത് ചെയ്യാം, അണ്ടർ റൈറ്ററിലുകൊണ്ട് റിമൂവ് ചെയ്യാൻ പറ്റും. അവര് അതിന് കമ്മീഷൻ ചാർജ് ചെയ്യുമെന്ന് പറഞ്ഞ് അണ്ടർ റൈറ്ററും ആരുടെ കീഴിലാണ്? സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, സെബിന്റെ കീഴിലാണ്. അപ്പൊ അണ്ടർ റൈറ്റിംഗ് എന്ന് പറയുമ്പോഴേ ഒരു ഇൻഷുറൻസ് പോലെയാണ്. എന്തിനുള്ള ഇൻഷുറൻസ് ആണ്? ഇഷ്യൂ ഫെയിലിയർ ആവാതൊക്കെ ഇൻഷുറൻസ് പോളിസിയെ പോലെയാണ് എന്ത്, അണ്ടർ റൈറ്റിംഗ് എന്നത്. ഇനി മൂന്നാമത്തെ ഫംഗ്ഷന് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആണ്. കാരണം പ്ലാനിങ് എന്ന ഒറിജിനേഷനും അണ്ടർ റൈറ്റിംഗ് എന്ന സെക്യൂരിറ്റി അല്ലെങ്കിൽ ഇൻഷുറൻസ് ഫംഗ്ഷനും കഴിഞ്ഞാൽ പിന്നെ വരുന്നതാണ് ഡിസ്ട്രിബ്യൂഷൻ. ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ എന്താ പറയുക, ആക്ച്വൽ മാർക്കറ്റിംഗ് ആൻഡ് സെല്ലിംഗ് ഓഫ് സെക്യൂരിറ്റീസ് ടു ഇൻവെസ്റ്റേഴ്സിനാണ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. യഥാർത്ഥത്തിലെ ഡിസ്ട്രിബ്യൂഷൻ നടക്കുകയാണ്. പ്ലാനിങ്ങിനും ഗ്യാരണ്ടിക്കും ശേഷം ഈ ഡിസ്ട്രിബ്യൂഷൻ നടക്കുകയാണ്. ഡിസ്ട്രിബ്യൂഷൻ നടത്താൻ പല ചാനലുകളുണ്ട്. അതായത് അവിടെ ബ്രോക്കേഴ്സ് ഉണ്ട്, സബ് ബ്രോക്കേഴ്സ് ഉണ്ട്, ബാങ്കുകളുണ്ട്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഇനി ഓൺലൈൻ പ്ലാറ്റ്ഫോം IPOs ഉണ്ട്, മെർച്ചന്റ് ബാങ്കേഴ്സ് ഉണ്ട്. ഒരു മെർച്ചന്റ് ബാങ്കർ ആണ് ഇവിടെ ലീഡ് മാനേജർ ആയിട്ട് ഈ പ്രോസസ് ഒക്കെ മാനേജ് ചെയ്യുക. അവരാണ് ലീഡ് മാനേജർ എന്ന മെർച്ചന്റ് ബാങ്ക് ആയിട്ട് വരിക. അപ്പൊ ഇതിലൂടെയാണ് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ്, ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ്, പലതരം ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്, അവരൊക്കെ അത് എന്ത് ചെയ്യണം, അവരിലേക്ക് എത്തിക്കുന്ന പ്രോസസ് ആണ് ഡിസ്ട്രിബ്യൂഷൻ പ്രോസസ്. ചുരുക്കി പറഞ്ഞാൽ കണക്ടിങ് സെക്യൂരിറ്റീസ് വിത്ത് ഇൻവെസ്റ്റേഴ്സ്. അങ്ങനെ ഈ 3 ഫംഗ്ഷനിലൂടെ ഒരു പ്രൈമറി മാർക്കറ്റ് കടന്നു പോകും. വീണ്ടും പറയാം, ഒറിജിനേഷൻ എന്ന് പറഞ്ഞാൽ പ്ലാനിങ് ആൻഡ് പ്രിപ്പയറിംഗ് ആണ്, ഇഷ്യൂ പ്ലാനിങ് ആൻഡ് ഇഷ്യൂ പ്രിപ്പറേഷൻ. അണ്ടർ റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ ഗ്യാരണ്ടിങ് സബ്സ്ക്രിപ്ഷൻസ് ഓഫ് ദി ഇഷ്യൂ ആണ്. മൂന്നാമത്തത് ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ മാർക്കറ്റിംഗ് ആൻഡ് സെല്ലിംഗ് ദ ഇഷ്യൂ ടു ഇൻവെസ്റ്റേഴ്സ്. ഇതാണ് 3 പ്രൈമറി മാർക്കറ്റ് ഫങ്ഷൻസ്.
ഇനി പറയേണ്ടത് മെത്തേഡ്സ് ഓഫ് റൈസിങ് ഫണ്ട് ഇൻ പ്രൈമറി മാർക്കറ്റ്. ഏതെല്ലാം വിധത്തിലാണ് ഫണ്ട് പ്രൈമറി മാർക്കറ്റിൽ എന്തെല്ലാം മെത്തേഡ്സ് ഉണ്ട്? നമ്മൾ ഇനീഷ്യലി പറഞ്ഞിരുന്ന പല മെത്തേഡ്സ് ഉണ്ട്. അതിൽ ഒരു മെത്തേഡ് പബ്ലിക് ഇഷ്യൂ ആണ്. പബ്ലിക് ഇഷ്യൂവിൽ 2 വിധമുണ്ട്, IPO ഉണ്ട്, FPO ഉണ്ട്. IPOനെ കുറിച്ച് മാത്രം നമ്മളൊരു ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓരോ ക്ലാസ്സിന് ശേഷം അതുമായി ബന്ധപ്പെട്ട MCQ ക്വസ്റ്റ്യനുകൾ, അത് തന്നെ പകുതി ക്വസ്റ്റ്യനും മുൻകാലങ്ങളിൽ UGC നെറ്റിനും കേരള PSCയും CA ഇന്റർ സെറ്റ് പോലുള്ള പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യന് അതേ പാഠഭാഗത്ത് ഉൾപ്പെടുത്തി മാത്രം വെക്കാറുണ്ട്. അതിൽ നോട്ടുകൾക്ക് ടെലഗ്രാം ഗ്രൂപ്പിലുണ്ട് എന്ന് ആദ്യമേ പറഞ്ഞല്ലോ. ഇപ്പൊ പബ്ലിക് ഇഷ്യൂന്റെ IPO മുൻപേ ഒരു ക്ലാസ് നടത്തിയിട്ടുണ്ട്. അത് പറയാനതൊക്കെ പറഞ്ഞത് IPOനെ കുറിച്ച് മാത്രം ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന് IPOനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ പറയില്ല. നമുക്ക് FPO കുറിച്ച് പറയാനുണ്ട്. അപ്പൊ IPO എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് ആണ്. ഇനീഷ്യലി ഫസ്റ്റ് ആദ്യമായിട്ടൊരു കമ്പനി പബ്ലിക്കിന് വേണ്ടിയിട്ട് ഷെയർ ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്യുമ്പോൾ ഉള്ളതിനാണ് IPO പറയാം. വീണ്ടും അത് ചെയ്യുമ്പോൾ FPO എന്നാ പറയാം, ഫോളോ ഓൺ പബ്ലിക്. വിശദമായിട്ട് പറയുകയാണെങ്കിൽ FPO എന്ന് പറഞ്ഞാൽ ഫോളോ ഓൺ പബ്ലിക് ഓഫർ എന്നാണ്. അതായത് സബ്സീക്വന്റ് ഇഷ്യൂ ഓഫ് ഷെയർസ് ബൈ എ കമ്പനി ദാറ്റ് ഹാസ് ആൾറെഡി മെയ്ഡ് ആൻ IPO. ഒരു കമ്പനി ആദ്യമേ ഷെയർ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ആ കമ്പനി ആദ്യമേ പബ്ലിക്കിന് ഷെയർ IPO വഴി പബ്ലിക്കലി ഇഷ്യൂഡ് ആണ്. സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ഷെയറുകൾ വാങ്ങാനും വിൽക്കാനും പറ്റും. അങ്ങനത്തെ ഒരു കമ്പനി, ആൾറെഡി ലിസ്റ്റ് ചെയ്യപ്പെട്ട ഒരു കമ്പനി, സ്റ്റോക്ക് മാർക്കറ്റിൽ ആൾറെഡി എൻറോൾ ചെയ്തൊരു കമ്പനി വീണ്ടും ഫണ്ട് റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷെയർ പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യുന്നതിനെയാണ് എന്ത് പറയാം, FPO എന്ന് പറയാം. അതായത് സെക്കൻഡ് ആൻഡ് സബ്സിക്വന്റ് ടൈം ഇഷ്യൂ ഓഫ് ഷെയർസ് ടു ദി പബ്ലിക്. ആദ്യമായിട്ട് ഇഷ്യൂ ചെയ്യുമ്പോൾ IPO എന്നും പിന്നീട് ഫണ്ട് റൈസ് ചെയ്യുമ്പോൾ അതിന് FPO എന്നാണ് പറയാം. FPO ഇഷ്യൂ ചെയ്യാനുള്ള കാരണങ്ങൾ, ഒരു പക്ഷേ കമ്പനിക്ക് അഡീഷണൽ ക്യാപിറ്റൽ വേണ്ടി വന്നേക്കാം, എക്സ്പാൻഷന് വേണ്ടിയിട്ടോ, ഡെപ്റ്റ് റീപേയ്മെന്റിന് വേണ്ടിയിട്ടോ, ഡൈവേഴ്സിഫിക്കേഷന് വേണ്ടിയിട്ടൊക്കെ. അങ്ങനെ കമ്പനിക്ക് ലിക്വിഡിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സെക്കൻഡറി മാർക്കറ്റിലേക്ക് എന്ത് ചെയ്യപ്പെടാം, അല്ലെങ്കിൽ പ്രൊമോട്ടർ ഹോൾഡിങ് കുറക്കുകയാണ്. ഇപ്പോൾ ഒരു ഷെയറിന്റെ, ഒരു കമ്പനിക്ക് അവരുടെ 80% ഷെയർ പ്രൊമോട്ടർ ഹോൾഡിംഗ് ആണ്, ബാക്കി 20% ഷെയർ പബ്ലിക്കിന് ഇഷ്യൂഡ് ആണ്. ആ സമയത്ത് കമ്പനി വിചാരിക്കുകയാണ് കുറച്ചുകൂടി ഫണ്ട് റൈസ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ കമ്പനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, കയ്യിലുള്ള 80% ഷെയർ ഉണ്ടല്ലോ, അതിൽ 10 കൂടെ കമ്പനി വിചാരിക്കുകയാണ് 10 കൂടെ എന്ത് ചെയ്യാം, ക്യാഷ് ആക്കാം. അപ്പൊ ആ 10% ഇഷ്യൂ ചെയ്യുന്ന പ്രോസസ് ഇവിടെ എന്തായിരിക്കും, FPO ആയിട്ട് വരും. കാരണം ആദ്യമേ 20% IPO നടത്തിയിട്ടുണ്ട്. അങ്ങനെ കമ്പനി കയ്യിൽ 80% ഷെയർ ഹോൾഡിംഗേ ഉള്ളൂ. ആ 80 വീണ്ടും 10 കുറക്കാൻ പോവാണ്, 10 വീണ്ടും ക്യാഷ് ആക്കുകയാണ് പബ്ലിക്കിന് ഷെയർ ഇഷ്യൂ ചെയ്തിട്ട്. അപ്പൊ അവർ IPO അല്ല നടത്തുക, FPO നടത്തുക, ഫോളോ ഓൺ പബ്ലിക് ഓഫർ നടത്തുക. ഇപ്പൊ 2 വിധം FPOകൾ ഉണ്ട്. അതായത് ഡയലൂട്ടീവ് FPO ഉണ്ട്, നോൺ ഡയലൂട്ടീവ് FPO ഉണ്ട്. ഇപ്പൊ കമ്പനിന്റെ ഹോൾഡിങ്, കമ്പനിക്ക് നിലവിൽ 80% ഷെയർ ഉണ്ട്, ഇനി 20% കൂടി പബ്ലിക്കിന് കൊടുക്കുകയാണെങ്കിൽ ഉള്ള ഷെയർ കൊടുക്കുകയാണ്, പ്രൊമോട്ടർ ഹോൾഡിംഗ് കുറക്കുകയാണ്, നിലവിലുള്ള ഷെയറുകൾ എടുത്ത് സെല് ചെയ്യാണ്. അപ്പൊ അത് ഡയലൂട്ടീവ് അല്ല, പക്ഷെ ഓണർഷിപ്പ് ഒന്നും ഡയലൂട്ട് ആവുന്നില്ല. അതായത് നോൺ ഡയലൂട്ടീവ് FPO ആണ് അതിന് പറയാം. ഇനി അതല്ല, കമ്പനി പുതിയ ഷെയർ ഇഷ്യൂ ചെയ്തിട്ടാണ് പബ്ലിക് നൽകുന്നതെങ്കിൽ, പുതിയ ഷെയർ ഇതിനായിട്ട് വേണ്ടിയിട്ട് ഇഷ്യൂ ചെയ്യാണ്, അതാണ് നൽകുന്നതെങ്കിൽ അതിന് ഡയലൂട്ടീവ് FPO എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ആൾറെഡി ഉള്ളതല്ല, തികച്ചും കമ്പനി ഇഷ്യൂ ന്യൂ ഷെയർ ടു ദി പബ്ലിക് ആണ്. പ്രൊമോട്ടർ ഹോൾഡിംഗിൽ കുറവൊന്നും വരുന്നില്ല. അപ്പോൾ ഡയലൂഷൻ നടക്കുക. അവിടെ ഓണർഷിപ്പ്, ഷെയർ ഹോൾഡിംഗ് അല്ലെങ്കിൽ ഓണർഷിപ്പ് അവിടെ എന്ത് ചെയ്യപ്പെടുന്നുണ്ട്, ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ 2 വിധം FPO ഉണ്ട്, ഡയലൂട്ടീവ് FPO, നോൺ ഡയലൂട്ടീവ്. പ്രൊമോട്ടർ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡ് സെല് ചെയ്യുമ്പോൾ അത് നോൺ ഡയലൂട്ടീവ് എന്നും, ന്യൂ ഷെയർ പബ്ലിക്കിന് സെല് ചെയ്യുമ്പോൾ അതിനെ ഡയലൂട്ടീവ് FPO എന്ന് പറയാം. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു കമ്പനി അവർ IPO 2020 നടത്തി. കമ്പനിക്ക് വീണ്ടും ഷെയർ ഇഷ്യൂ ചെയ്യണമെങ്കിൽ അവരെന്ത് ചെയ്യും, ഈ 2025 സെക്കൻഡ് ഇഷ്യൂ നടത്തും. ആ സെക്കൻഡ് ഇഷ്യൂവിന് സെക്കൻഡ് IPO എന്നല്ല പറയാം, അതിനെ FPO എന്നാ പറയാം, ഫോളോ ഓൺ പബ്ലിക് ഓഫർ.
അതാണ് സബ്സീക്വന്റ് ഇഷ്യൂ ആഫ്റ്റർ IPO. ഫസ്റ്റത്തെ ഇഷ്യൂ ആണിത് ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് എന്ന ഫസ്റ്റ് ടൈം ഇഷ്യൂ. ഇനി നമുക്ക് അടുത്ത മെത്തേഡിലേക്ക് പോകാം. ഈ പബ്ലിക് ഇഷ്യൂന് ശേഷം പ്രൈവറ്റ് പ്ലേസ്മെന്റ് ആണ്. പേരിലുള്ള പോലെ തന്നെ പബ്ലിക്കിനല്ല പ്ലേസ് ചെയ്യുന്നത്, പ്രൈവറ്റിനാണ്. ഇഷ്യൂ ടു സെലക്റ്റഡ് ഇൻവെസ്റ്റേഴ്സ് ലൈക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓർ HNIs. അതിൽ പ്രൈവറ്റ് പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ മറ്റൊരു മെത്തേഡാണ് ഫണ്ട് റൈസ് ചെയ്യാൻ. അത് സെക്യൂരിറ്റീസ് ഡയറക്റ്റ് ആയിട്ട് പ്രൈവറ്റ് ഗ്രൂപ്പിനാണ് എന്ത് ചെയ്യുന്നത്, എ ഗ്രൂപ്പ് ഓഫ് ഇൻവെസ്റ്റേഴ്സ്, പബ്ലിക് അല്ല, ജനറൽ പബ്ലിക് അല്ല, ടു എ ഗ്രൂപ്പ് ഓഫ് പ്രൈവറ്റ് ഇൻവെസ്റ്റേഴ്സ്. അത് ആരൊക്കെ ആവാം? ബാങ്കുകളാവാം, മ്യൂച്വൽ ഫണ്ടുകളാവാം, ഇൻഷുറൻസ് കമ്പനികളോ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റുകളോ, അല്ലെങ്കിൽ HNIs നമ്മൾ സൂചിപ്പിച്ചല്ലോ, ഹൈ നെറ്റ് വർത്ത് ഇൻഡിവിജ്വൽസ്, HNIs. ഇവർക്ക് ആർക്കും ആകാം. എന്ന് പറഞ്ഞാൽ പബ്ലിക്കിന്, ജനറൽ പബ്ലിക്കിന് അല്ലാതെ ഈ പറഞ്ഞ പ്രൈവറ്റ് ഗ്രൂപ്പുകൾക്ക് ഇഷ്യൂ ചെയ്യുമ്പോൾ അതിനെന്ത് പറയും? പ്രൈവറ്റ് പ്ലേസ്മെന്റ് എന്ന് പറയും. അടുത്തത് പ്രിഫറൻഷ്യൽ അലോട്ട്മെന്റ് ആണ്. പ്രിഫറൻഷ്യൽ അലോട്ട്മെന്റ് എന്ന് പറയുമ്പോൾ അതിന് മുമ്പ് ഒരു പോയിന്റ് സൂചിപ്പിക്കട്ടെ. പ്രൈവറ്റ് പ്ലേസ്മെന്റിന് കുറച്ച് IPO പോലെ അത്ര ഫോർമാലിറ്റീസ് ഒന്നുമില്ല, പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നൊരു അഡ്വാൻറ്റേജ് പ്രൈവറ്റ് പ്ലേസ്മെന്റിനുണ്ട്. കാരണം ജനറൽ പബ്ലിക്കിനല്ല ഓഫർ ചെയ്യുന്നത്. വലിയ റെഗുലേറ്ററി അല്ലെങ്കിൽ ഫോർമാലിറ്റീസ് ഒന്നും ഇവിടെ ഇല്ല, കുറച്ചുകൂടി ഫാസ്റ്റ് ആയിരിക്കും. പിന്നെ ഇൻവെസ്റ്റേഴ്സിന് ഓൾറെഡി വെൽ ഇൻഫോംഡ് ആയിരിക്കും, കാരണം അവർക്ക് ആദ്യമേ കാര്യങ്ങളൊക്കെ അറിയാം. അതുകൊണ്ട് ക്വിക്കാണ്, പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, വലിയ ഫോർമാലിറ്റീസ് ഇല്ല എന്നതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് കൂടിയാണ് പ്രൈവറ്റ് പ്ലേസ്മെന്റിന്റെ. നമുക്ക് ഇനി പ്രിഫറൻഷ്യൽ അലോട്ട്മെന്റ് നോക്കാം. ടു പ്രൊമോട്ട് ഓർ സ്ട്രാറ്റജിക് ഇൻവെസ്റ്റേഴ്സ് ആണ്. എന്നാൽ ഒരു പ്രിഫറൻഷ്യൽ ടീമിനാണ് എന്ത് ചെയ്യുന്നത്, അത് അലോട്ട് ചെയ്യപ്പെടുന്നത്. പ്രിഫറൻഷ്യൽ അലോട്ട്മെന്റ് മീൻസ് ദ ഇഷ്യൂ ഓഫ് ഷെയർസ് ഓർ കൺവേർട്ടബിൾ സെക്യൂരിറ്റീസ് ബൈ എ കമ്പനി ടു സ്പെസിഫിക് ഗ്രൂപ്പ് ഓഫ് പേഴ്സൺ ഓൺ എ പ്രിഫറൻഷ്യൽ ബേസിസ്. ഒരു പ്രത്യേക ടീമിന് പ്രിഫറൻഷ്യൽ ബേസിലാണ് നൽകുന്നത്. ഇപ്പോൾ പബ്ലിക് ഇഷ്യൂ എന്ന് പറയുമ്പോൾ അത് എല്ലാവർക്കും തുല്യ അവസരമാണ്, ഓപ്പൺ ടു ഓൾ, ഇക്വലി ആണ്. പ്രിഫറൻഷ്യൽ അലോട്ട്മെന്റ് സംബന്ധിച്ചിടത്തോളം അതെങ്ങനെയാണ്? Allotment is limited to selected investors such as promoters, strategic partner, venture capitalist, financial institutions. അതായത് ഒരു പ്രീ ഡിറ്റർമൈൻഡ് പ്രൈസിനാണ് ഈ പറഞ്ഞ രീതിയിൽ അത് ഇഷ്യൂ ചെയ്യുക. പ്രിഫറൻഷ്യൽ ബേസിലാണ് അലോട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ അലോട്ട്മെന്റ് അലോട്ട് ചെയ്യുക. അത് നോട്ട് പബ്ലിക്കിന്, നോട്ട് ഓപ്പൺ ടു ദി പബ്ലിക്കിനുള്ളതല്ലേനോ. മാത്രമല്ല ഇക്വിറ്റി ഷെയറുകളും ഫുള്ളി കൺവേർട്ടബിൾ ഡിബെഞ്ചറുകളും പാർട്ടിലി കൺവേർട്ടബിൾ ഡിബെഞ്ചറുകളും വാറന്റുകളൊക്കെ ഇങ്ങനെ ഇഷ്യൂ ചെയ്യാറുണ്ട്. ഇറ്റ് ഈസ് ഓഫൻ യൂസ്ഡ് ബൈ കമ്പനീസ് ടു റൈസ് ഫണ്ട് ക്വിക്ക്ലി ഓർ ബ്രിങ് സ്ട്രാറ്റജിക് ഇൻവെസ്റ്റേഴ്സ്. അപ്പോൾ പ്രൈവറ്റ് പ്ലേസ്മെന്റിനേക്കാൾ വേഗത്തിൽ ചെയ്യാൻ പറ്റുമെന്നൊരു അഡ്വാൻറ്റേജിനുണ്ട്. സ്ട്രാറ്റജിക് ഇൻവെസ്റ്റേഴ്സിനെ, പ്രത്യേകിച്ചും ഫോറിൻ പാർട്ട്നേഴ്സിനെ, ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സിനൊക്കെ അട്രാക്ട് ചെയ്യപ്പെടുന്ന ഒരു ഘടകം കൂടിയാണ് ഇത്തരം ഇഷ്യൂ. പിന്നെ ലോ കോസ്റ്റ് ആണ് പബ്ലിക് ഇഷ്യൂമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. ഇനി അടുത്ത നോക്കാം റൈറ്റ് ഇഷ്യൂ. റൈറ്റ് ഇഷ്യൂ നമുക്കറിയാം, അതായത് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിനാണ് ഫസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം, അവർക്ക് കിട്ടാനുള്ള അർഹതക്കാണ്, റൈറ്റിനാണ് റൈറ്റ് ഇഷ്യൂ എന്ന് പറയാം. ഓഫേർഡ് ടു എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ഓൺ പ്രപ്പോർഷൻ ടു ഹോൾഡിംഗ്. പല നമ്പർ ഓഫ് ഷെയർ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടാവും, കൂടുതൽ ഹോൾഡ് ചെയ്യുന്നവരുണ്ടാവും, കുറച്ച് ഹോൾഡ് ചെയ്യുന്നുണ്ടാവും. എങ്ങനെയാണെങ്കിലും ആ പ്രപ്പോർഷനിൽ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് വീണ്ടും ഇഷ്യൂ ചെയ്യുന്നതിനെയാണ് റൈറ്റ് ഇഷ്യൂ എന്ന് പറയാം. അതായത് കമ്പനികൾ വീണ്ടും ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് അപ്ലൈ ചെയ്യാനുള്ള അവസരം ഉണ്ടാവും, അവർക്ക് ഓപ്ഷൻ ഉണ്ടാവും, വേണമെങ്കിൽ അവർക്ക് അപ്ലൈ ചെയ്യാം. അവർ ചോദിച്ചാൽ അവർക്ക് കൊടുത്തിട്ടേ ബാക്കി ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അവർക്ക് എല്ലാം ചോദിക്കാൻ കഴിയൂല. നിലവിൽ അവരുടെ കയ്യിലുള്ള ഷെയറിന്റെ പ്രപ്പോർഷൻ അനുസരിച്ച് നമ്പർ അവർക്ക് നീക്കി വെച്ചിട്ടുണ്ടാവും. അവർ അപ്ലൈ ചെയ്താൽ അവർക്ക് കിട്ടും, അല്ലെങ്കിൽ അതെന്ത് ചെയ്യും, പുറത്തേക്ക് പോകും. അപ്പൊ റൈറ്റ് ഇഷ്യൂ എന്നത് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് അവര് ഹോൾഡിംഗ് പ്രപ്പോർഷൻ അനുസരിച്ച് ഷെയറുകൾ ഇഷ്യൂ ചെയ്യുന്നതാണ് റൈറ്റ് ഇഷ്യൂ എന്ന് പറയാം. അതിന് അർഹതക്കാണ്, ആ റൈറ്റിനാണ് റൈറ്റ് ഇഷ്യൂ എന്ന് പറയാം. മറ്റൊരു മെത്തേഡ് ബോണസ് ഇഷ്യൂ ആണ്. ബോണസ് ഇഷ്യൂ എന്ന് പറയുമ്പോൾ ഫ്രീ ഷെയർസ് ഗിവൺ ടു എക്സ് ഷെയർ ഹോൾഡേഴ്സ് ഫ്രം റിസർവ്. കമ്പനിക്ക് അക്യുമുലേറ്റഡ് റിസർവ് ഉണ്ടെങ്കിൽ, കുന്നുകൂടി കിടക്കുന്നുണ്ടെങ്കിൽ അത് ക്യാപിറ്റലൈസ് ചെയ്യാനുള്ള ഒരു മാർഗ്ഗമാണ് ബോണസ് ഇഷ്യൂ എന്ന് പറഞ്ഞത്.
ഇപ്പൊ കമ്പനി പ്രഖ്യാപിക്കുകയാണ് 1:1 ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ നിലവിൽ ഒരു ഷെയർ ഹോൾഡ് ചെയ്യുന്ന ആൾക്ക് പുതിയൊരു ബോണസ് ഷെയർ കിട്ടും. 50 ഷെയർ ഹോൾഡിംഗ് ഉള്ള കമ്പനിയിൽ ഒരാൾക്ക് 50 പുതിയ എന്ത് കിട്ടും, ബോണസ് ഷെയർ കിട്ടും. അത് ഫ്രീ ആയിട്ട് കിട്ടുക എന്ന് പറഞ്ഞത്. അത് ലോങ് ടൈം ഇൻവെസ്റ്റർ കിട്ടുന്ന ഒരു അഡ്വാൻസ് കൂടിയാണ്. എപ്പോഴാണ് ബോണസ് ഷെയർ വരാന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ബോണസ് ഇഷ്യൂ എന്നത് ഫ്രീ ഷെയർ ഗിവിംഗ് ടു ഷെയർ ഹോൾഡേഴ്സ് ഫ്രം റിസർവ്. ലാർജ് അക്യുമുലേറ്റഡ് എന്താ പറയാ റിസർവുകളൊക്കെ ക്യാപിറ്റലൈസ് ചെയ്യാനുള്ള ഭാഗം കൂടിയാണ് ബോണസ് ഇഷ്യൂ എന്നത്. അത് 1:1 എന്നോ 1:2 എന്നോ 2:1 എന്നൊക്കെ ഏത് റേഷ്യോയിൽ എന്ത് ചെയ്യാം അത് കൊടുക്കാറുണ്ട്, ഇഷ്യൂ ചെയ്യാറുണ്ട്. പിന്നത്തെ ഒരു മെത്തേഡ് ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെന്റ് ആണ്, QIP. ഇഷ്യൂ ടു ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സ് ഓൺലി. അതായത് മ്യൂച്വൽ ഫണ്ട്, വൻകിട ഇൻഷുറൻസ് കമ്പനികൾ, അത്തരം ടീമുകളാണ് ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെന്റ്, QIPs, ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്. അവർക്ക് മാത്രം ഇഷ്യൂ ചെയ്യുന്നതാണ് ആ പ്രോസസ്സാണ് ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെന്റ് എന്ന QIP. പിന്നെ EIPOs ഉണ്ട്. IPO ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നടക്കുന്നെങ്കിൽ അതിനെന്ത് പറയും, EIPO എന്ന് പറയും. IPO എന്ന് പറഞ്ഞാൽ അത് ഓൺലൈൻ ആവാം, ഓഫ്ലൈനിലാവാം. അതിന്റെ അലോട്ട്മെന്റ്, അതിന്റെ അപ്ലിക്കേഷനൊക്കെ ഓഫ്ലൈനിൽ ചെയ്യാറുണ്ട്. അതല്ല ഇനി അങ്ങനെയല്ല, ഓഫ്ലൈൻ സംവിധാനങ്ങളില്ല, അത് എന്ത് മാത്രമേ ഉള്ളൂ, ഓൺലൈൻ മാത്രമേ ഉള്ളെങ്കിൽ അതിന് EIPO എന്ന് പറയാം, ഇഷ്യൂ ഓഫ് സെക്യൂരിറ്റീസ് ത്രൂ ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോം. അപ്പൊ അടുത്ത ക്വസ്റ്റ്യന്, ആരൊക്കെയാണ് പാർട്ടിസിപ്പൻസ് ഇൻ പബ്ലിക് മാർക്കറ്റ്, പ്രൈമറി മാർക്കറ്റ്? മെയിൻ ആയിട്ട് ഇഷ്യൂവേഴ്സ് ഉണ്ട്, ഇൻവെസ്റ്റേഴ്സ് മറ്റൊരു ഭാഗത്തുണ്ട്. ഇവ രണ്ടു കൂട്ടരെയും കണക്ട് ചെയ്യാൻ ഇന്റർമീഡിയറീസും ഉണ്ട്. ഇഷ്യൂവേഴ്സ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ ഷെയർ, ഡിബെഞ്ചർ ഒക്കെ ആദ്യമായിട്ട് ഇഷ്യൂ ചെയ്യാൻ പോകുന്ന കമ്പനികൾ, ഗവൺമെന്റ് ആണെങ്കിൽ ബോണ്ട് ഇഷ്യൂ ചെയ്യും. പിന്നെ കോർപ്പറേറ്റുകൾ, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫണ്ട് റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരൊക്കെ വരുന്ന സ്ഥലമാണ് പ്രൈമറി മാർക്കറ്റ്. അപ്പോഴാണ് ഇഷ്യൂവേഴ്സ് എന്ന് അറിയപ്പെടുക. ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ മറു സൈഡിൽ ആരുണ്ട്, ഫണ്ട് കയ്യിൽ വെച്ചവർ, അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. അത് ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സ് മാത്രമല്ല, റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് മാത്രമല്ല ഉണ്ടാവുക, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഉണ്ടാവും. മുകളിൽ സൂചിപ്പിച്ച പോലെ വൻകിട മ്യൂച്വൽ ഫണ്ട് കമ്പനികളെ പോലെയുള്ളവർ. പിന്നെ ബാങ്കുകളുണ്ട്, മ്യൂച്വൽ ഫണ്ടുകളുണ്ട്. അപ്പോൾ ഇവരൊക്കെയാണ് ഇൻവെസ്റ്റേഴ്സ് ആയിട്ട് വരുന്നത്. പിന്നെ ഇവരെ രണ്ടിന്റെ ഇടയിൽ ഇവരെ കണക്ട് ചെയ്യാനുള്ള സെറ്റപ്പാണ് ഇന്റർമീഡിയറീസ്. അത് മർച്ചന്റ് ബാങ്കേഴ്സ് ആവാം, അണ്ടർറൈറ്റേഴ്സ് ആവാം, രജിസ്ട്രാർ അല്ലെങ്കിൽ ബ്രോക്കേഴ്സ്, ബാങ്ക് ഒക്കെ ആവാം, ഇതുമായി ബന്ധപ്പെട്ട ബാങ്കുകളാവാം. അപ്പൊ ഈ പാർട്ടികൾ, ഈ ഇഷ്യൂവേഴ്സും ഇൻവെസ്റ്റേഴ്സും ഇന്റർമീഡിയറ്റ്സും കൂടെ കൂടിയിട്ടാണ് ഈ ഫംഗ്ഷന് ഇവിടെ നടത്തിക്കൊണ്ടു പോകുന്നത്. നമുക്കിതിന്റെ അഡ്വാൻറ്റേജ് കൂടി പറയാനുണ്ട്. അതായത് ഇതൊരു ഫണ്ട് റൈസിംഗിൽ ഒരു മാർഗ്ഗമാണല്ലോ, മൊബിലൈസ് ഹൗസ് ഹോൾഡ് സേവിങ് ഇൻ ടു ഇൻവെസ്റ്റ്മെന്റ് അല്ലെ. അതായത് ഒരുപാട് സേവിങ്സ് അവിടെ ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ ചാനലൈസ് ചെയ്യാൻ പറ്റും മാർക്കറ്റിലേക്ക്. ഇപ്പൊ ഒരു മ്യൂച്വൽ ഫണ്ട് സംബന്ധിച്ചിടത്തോളം പല കാറ്റഗറിപ്പെട്ട ആളുകൾ, നല്ല ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾ ഉണ്ടാവും, ചെറിയ രീതിയിൽ ഹോൾഡിംഗ് ഉള്ള ആളുകളൊക്കെ ഉണ്ടാവും. അപ്പൊ ആ ഫണ്ട് പിന്നെ മ്യൂച്വൽ ഫണ്ട് കമ്പനി ഇങ്ങോട്ടാണ് കൊണ്ടുവരുന്നത്. ആ രീതിയിൽ അതെന്ത് ചെയ്യുന്നുണ്ട്, മൊബിലൈസ് ഹൗസ് ഹോൾഡ് സേവിങ് ഇൻ ടു ഇൻവെസ്റ്റ്മെന്റ്, പ്രൊവൈഡ് ലോങ് ടേം ഫണ്ട് ടു ദി കമ്പനി. കമ്പനികൾക്ക് ലോങ് ടേമിലേക്ക് ഷെയർ, ഡിബെഞ്ചർ, ബോണ്ടൊക്കെ ഇഷ്യൂ ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനം കൂടിയാണ് ഇത്. എൻകറേജ് റീറ്റെയിൽ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പാർട്ടിസിപ്പേഷൻ. ഇവിടെ റീറ്റെയിൽ എന്ന 2 ലക്ഷം താഴേക്ക് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാറ്റഗറി ഉണ്ട്. അതിന് മുകളിലേക്ക് വരുന്ന ഇൻസ്റ്റിറ്റ്യൂഷണൽ പാർട്ടിസിപ്പേഷൻസ് ഉണ്ട്, QIBs ഉണ്ട്, NIs ഉണ്ട്, ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസ് ഉണ്ട്. അങ്ങനെ പല കാറ്റഗറി ആളുകളുണ്ട്. പിന്നെ സപ്പോർട്ട് എക്കണോമിക് ഗ്രോത്ത്, ഫണ്ട് റൈസിങ്ങിലൂടെ തീർച്ചയായിട്ടും അത് നാഷണൽ ഡെവലപ്മെന്റ് അത് എൻകറേജ് ചെയ്യുന്നുണ്ട്. ഇൻക്രീസ് ക്രെഡിബിലിറ്റി ആൻഡ് വിസിബിലിറ്റി ഓഫ് കമ്പനീസ്. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വളരെ പെട്ടെന്ന് ഫണ്ട് റൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗം കൂടിയാണ് പ്രൈമറി മാർക്കറ്റ് എന്നത്. തീർച്ചയായിട്ടും ഇതിൽ ലിമിറ്റേഷൻസ് ഉണ്ട്. അത് കോസ്റ്റ്ലി പ്രോസസ് ആണ്, പ്രത്യേകിച്ചും IPO ഒക്കെ കോസ്റ്റ്ലി ആണ്. അതിൻ്റെ വേണ്ട മുന്നൊരുക്കങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കോസ്റ്റ്ലി പ്രോസസ് ഡ്യൂ ടു അണ്ടർറൈറ്റിംഗ് ആൻഡ് കംപ്ലൈൻസ് എക്സ്പെൻസസ്. ഒരുപാട് ഫോർമാലിറ്റീസും കാര്യങ്ങളും ഇതിൻ്റെ ഭാഗമുണ്ട്. ഇതിനുവേണ്ടി പ്രത്യേക വോട്ടിംഗ് ഒക്കെ നടത്തേണ്ടി വരും. ലെങ്തി ലീഗൽ ആൻഡ് റെഗുലേറ്ററി റിക്വയർമെന്റ്, 3-4 വർഷത്തെ പ്രയത്നം കൊണ്ടാണ് ഓരോ കമ്പനികൾ ലിസ്റ്റ് ചെയ്യപ്പെടുന്നത്. അപ്പം അത് വലിയ എന്താ പറയാ ഒരു പ്രോസസ്സിന്റെ ഭാഗമാണ്. ലെങ്തി ലീഗൽ, ഒരു ദിവസം കൊണ്ടൊന്നും ഫണ്ട് റൈസ് ചെയ്യാൻ നടക്കില്ല. വർഷങ്ങളോളം ശ്രമഫലമായിട്ടാണ് പല കമ്പനികളും IPOയിലൂടെ, അതിനിടയ്ക്ക് ചിലപ്പോൾ ഫെയിൽ ആവുന്നുണ്ടാവും പല സ്റ്റെപ്സ്.
വീണ്ടും അപ്ലൈ ചെയ്തിട്ടായിരിക്കും അവർ വീണ്ടും വരുന്നത്. റിസ്ക് അണ്ടർ സബ്സ്ക്രിപ്ഷൻ, റിസ്ക് ഓഫ് അണ്ടർ സബ്സ്ക്രിപ്ഷൻ ഉണ്ട്. കാരണം ഇവർ ഇഷ്യൂ ചെയ്യാൻ വെച്ച കമ്പനി ഷെയറുകൾ ഡിമാൻഡ് സപ്ലൈ അനുസരിച്ച് മാത്രമേ അത് മുന്നോട്ട് പോവുള്ളൂ. അതിന് ബയർ ഇല്ലെങ്കിൽ, അതിന് അപ്ലിക്കേഷൻ ഇല്ലെങ്കിൽ അത് ആ ഇഷ്യൂ പ്രോസസ് മുന്നോട്ട് പോകില്ല. ഒരുപക്ഷെ അണ്ടർ സബ്സ്ക്രിപ്ഷൻ ആവാം. ഭയങ്കര അട്രാക്റ്റീവ് ആണെങ്കിൽ, അതിന് ഡിമാൻഡ് ഹൈ ആണെങ്കിൽ ഓവർ സബ്സ്ക്രിപ്ഷൻ സംഭവിച്ചേക്കാം. അത് നല്ല കാര്യമാണ്. ഡയലൂഷൻ ഓഫ് കൺട്രോൾ ബൈ പ്രൊമോട്ടേഴ്സ് വെൻ ഗോയിങ് പബ്ലിക്. മാത്രമല്ല, ഒരു കമ്പനിയെ പബ്ലിക് ഇഷ്യൂ ചെയ്യാന്ന് പറയുമ്പോൾ തന്നെ അവിടെ സംഭവിക്കുന്നത് എന്താണ്? പ്രൊമോട്ടറുടെ ഹോൾഡിങ് കുറയാണ്, പ്രൊമോട്ടർ ഓൺഷിപ്പ്, പ്രൊമോട്ടർ ഇക്വിറ്റി ഡയലൂട്ട് ചെയ്യപ്പെടുകയാണ്. അപ്പം അതൊരു ലിമിറ്റേഷനാണ്. ഡയലൂഷൻ ഓഫ് കൺട്രോൾ ബൈ പ്രൊമോട്ടേഴ്സ് വെൻ ഗോയിങ് പബ്ലിക്. നമുക്കിതിൻ്റെ ഡിഫറൻസ് കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. എന്താണ് പ്രൈമറി മാർക്കറ്റ് എന്ന ന്യൂ ഇഷ്യൂ മാർക്കറ്റും സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന സെക്കൻഡറി മാർക്കറ്റ് തമ്മിലുള്ള വ്യത്യാസം? മീനിങ് പറയുകയാണെങ്കിൽ ന്യൂ ഇഷ്യൂ ആണ്, ഫ്രഷ് ഇഷ്യൂ നടക്കുന്ന സ്ഥലമാണ് പ്രൈമറി മാർക്കറ്റ്. ഫസ്റ്റ് ടൈമിൽ വരുന്ന ഇഷ്യൂ മാർക്കറ്റാണ് പ്രൈമറി മാർക്കറ്റ്. സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറയുമ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. ട്രേഡിംഗ് ഓഫ് ഓൾറെഡി ഇഷ്യൂഡ് സെക്യൂരിറ്റീസ് ആണ്. ആൾറെഡി ഇഷ്യൂ ചെയ്ത സെക്യൂരിറ്റീസ് അവിടെ ട്രേഡ് ചെയ്യപ്പെടുന്നു, അവിടെ ബൈ ആൻഡ് സെല് ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾ ആയി പറഞ്ഞാൽ, ഇപ്പോൾ ഒരു IPOക്ക് ഒരാൾ അപേക്ഷിച്ച് ആ അലോട്ട്മെന്റ് കിട്ടി ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് വന്ന് അടുത്ത ദിവസം അതിൽ ലിസ്റ്റ് ചെയ്യപ്പെടും. അപ്പോൾ മാത്രമേ ഇദ്ദേഹത്തിന് സ്റ്റോക്ക് മാർക്കറ്റിൽ സെല് ചെയ്യാൻ പറ്റുള്ളൂ. കിട്ടാത്ത ആളുകൾക്ക് വേണമെങ്കിൽ അന്ന് ബൈ ചെയ്യാൻ പറ്റും, ഇവർ വിൽക്കുകയാണെങ്കിൽ. അപ്പോൾ ആ സെല്ല് ബൈ എന്ന എക്സ്ചേഞ്ച് നടക്കുന്ന പ്രോസസ്സ് സെക്കൻഡറി മാർക്കറ്റാണ്. അതുവരെ അലോട്ട്മെന്റ് വരെ നടക്കുന്ന, ഡിമാറ്റിലേക്ക് എത്തുന്ന വരെ നടക്കുന്ന പ്രോസസ്സ് പ്രൈമറി മാർക്കറ്റാണ്. ഇനി മൊബിലൈസ് ഫ്രഷ് ക്യാപിറ്റൽ, ന്യൂ ഇഷ്യൂ ആണല്ലോ, ഫ്രഷ് ഇഷ്യൂ ആണല്ലോ, തീർച്ചയായിട്ടും മൊബിലൈസ് ഫ്രഷ് ക്യാപിറ്റൽ. പ്രൊവൈഡ് ലിക്വിഡിറ്റി ആൻഡ് പ്രൈസ് ഡിസ്കവറി. സെക്കൻഡറി മാർക്കറ്റിൽ എക്സ്ചേഞ്ച് ആയതുകൊണ്ട് തന്നെ അത് ലിക്വിഡിറ്റിയെ പ്രൊവൈഡ് ചെയ്യാം. ഇപ്പോൾ വർഷങ്ങളായിട്ട് ഒരു കമ്പനീൻ്റെ ഷെയർ ഒരാൾ ഹോൾഡ് ചെയ്യുന്നുണ്ട്, ക്യാഷ് വേണം എങ്കിൽ എന്ത് ചെയ്താൽ മതി? തൊട്ടടുത്ത മാർക്കറ്റ് ഹവറിൽ അത് വിറ്റാൽ മതി, സെല് ചെയ്യാൻ പറ്റും. ബയേഴ്സ് അവിടെ ഉണ്ടാകും ഡിമാൻഡിൽ ഷെയർ ആണെങ്കിൽ. അല്ലെങ്കിൽ ഒരു നല്ലൊരു ഒത്ത വില അതിനെ ഉറപ്പിക്കാനും പറ്റും. കാരണം എന്താണ്? ഒരു മാർക്കറ്റാണ്, അവിടെ ബയേഴ്സും സെല്ലേഴ്സും മീറ്റ് ചെയ്യുന്നുണ്ട്, റെഡി മാർക്കറ്റാണ്. അപ്പോൾ ഇതിന് ഡിമാൻഡ് ഉണ്ടെങ്കിൽ ആ ഡിമാൻഡിന് ഒത്ത പ്രൈസ് അതിനുണ്ടാവും. ഡിമാൻഡ് കുറവാണെങ്കിൽ അതിനൊത്ത പ്രൈസിൽ ഇളവ് അതിനുണ്ടാകും. അപ്പോൾ പ്രൊവൈഡ് ലിക്വിഡിറ്റി ആൻഡ് പ്രൈസ് ഡിസ്കവറി. പാർട്ടിസിപ്പൻസ് എന്ന് പറയുമ്പോൾ ഇഷ്യൂവേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ് മെയിനായിട്ട് വരിക. കാരണം ഇഷ്യൂവേഴ്സ് ഡയറക്റ്റ് ആയിട്ട് ഇൻവെസ്റ്റേഴ്സിനെ കണക്ട് ചെയ്യുന്ന സ്ഥലമാണല്ലോ പ്രൈമറി മാർക്കറ്റ്. അപ്പോൾ ഇഷ്യൂവർ ആൻഡ് ഇൻവെസ്റ്റേഴ്സ്. സെക്കൻഡറി മാർക്കറ്റിലെ പാർട്ടികൾ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ആണ്. അവിടെ ഇഷ്യൂവറുമായിട്ട് യാതൊരു കണക്ഷനില്ല, കാരണം അത് ആൾറെഡി ഇഷ്യൂ ചെയ്ത് പോയിട്ടുണ്ട്. ഇനി ആ ഷെയർ ഇങ്ങനെ മാർക്കറ്റിൽ കറങ്ങി നടക്കുകയാണ്. അപ്പോൾ അവിടെ ബയർ സെല്ലർ മാത്രമേ ഉണ്ടാവുള്ളൂ. എന്ന് പറയുമ്പോൾ രണ്ടൂട്ടർ ഇൻവെസ്റ്റേഴ്സ് ആയിരിക്കും. ബൈ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സ് ഉണ്ടാവും, സെല് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സും അവിടെ കാണാൻ പറ്റും, സ്റ്റോക്ക് മാർക്കറ്റിൽ കാണാൻ പറ്റും. നെക്സ്റ്റ് റെഗുലേറ്ററി. രണ്ടിന്റെ റെഗുലേറ്ററി സെബി തന്നെയാണ്. പ്രൈമറി മാർക്കറ്റ് സെക്കൻഡറി മാർക്കറ്റ് ക്യാപിറ്റൽ മാർക്കറ്റിന്റെ ഭാഗമാണല്ലോ. അപ്പോൾ സെബിയാണ് അത് റെഗുലേറ്റ് ചെയ്യുക, മണി മാർക്കറ്റ് RBIയും. പക്ഷേ പ്രൈമറി മാർക്കറ്റിൽ സെബി മാത്രമേ വരുള്ളൂ ഫോർ ന്യൂ ഇഷ്യൂവിന്. പക്ഷെ സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറയുമ്പോൾ അവിടെ സെബി ഉണ്ടാവും, പിന്നെ BSE എക്സ്ചേഞ്ചുകൾ ഉണ്ട്, അല്ലെങ്കിൽ NSE എക്സ്ചേഞ്ച് ഉണ്ടാവും, അവരുടെ റെഗുലേഷനും ബാധകമായിരിക്കും. അപ്പോൾ സെബി പ്ലസ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് റെഗുലേഷൻസും എവിടെ ബാധകമാണ്? സെക്കൻഡറി മാർക്കറ്റിൽ ബാധകമാണ്. പ്രൈസ് ഡിറ്റർമിനേഷൻ ഫിക്സ്ഡ് ബൈ ഇഷ്യൂർ അല്ലെങ്കിൽ കമ്പനി. ആ IPO പ്രോസസിന്റെ ഭാഗമായിട്ട് ആദ്യമേ ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സിലൂടെയൊക്കെ അത് സെറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അത് ഡിമാൻഡ് സപ്ലൈ ആണെങ്കിലും ആദ്യമേ അത് ഫിക്സ് ചെയ്യപ്പെടുന്നുണ്ട് പ്രൈസ്. പക്ഷേ സെക്കൻഡറി മാർക്കറ്റിലെ സ്റ്റോക്കുകളുടെ വില, അവരുടെ മാർക്കറ്റ് പ്രൈസ് തികച്ചും ഡിമാൻഡ് ആൻഡ് സപ്ലൈ മെക്കാനിസം ഫിക്സ് ചെയ്യുന്നത്. അതാരും ആദ്യമേ ഫിക്സ് ചെയ്യുന്നില്ല. ഓരോ സ്റ്റോക്കിനും അവയുടെ ഒരു ഫേസ് വാല്യൂ ഉണ്ടാവും. 2 രൂപ 10 രൂപ എന്ന് പറഞ്ഞിട്ടൊരു ഫേസ് വാല്യൂ ഉണ്ടെങ്കിൽ പോലും ആ കമ്പനീൻ്റെ പെർഫോമൻസ് അനുസരിച്ച് ആ ഷെയറിന് മാർക്കറ്റിൽ അതിൽ കൂടുതലോ കുറവോ ഒരു വില ഉണ്ടാവും. ആ വില ആരും മുൻകൂട്ടി തീരുമാനിക്കുന്നതല്ല പ്രൈമറി മാർക്കറ്റിനെ പോലെ. ആ വില ഡിറ്റർമൈൻഡ് ബൈ മാർക്കറ്റ് ഫോഴ്സ് ആണ്, ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആണ്. ഏറ്റവും ലാസ്റ്റ് ഇതിന്റെ ലൊക്കേഷനാണ്. ആദ്യമേ പറഞ്ഞ് പ്രൈമറി മാർക്കറ്റിന് എന്തില്ല, ഒരു ഫിസിക്കൽ ലൊക്കേഷൻ ഇല്ല എന്ന് പറഞ്ഞ്. എന്തുകൊണ്ടില്ല? ഈ പ്രൈമറി മാർക്കറ്റ് ഫംഗ്ഷൻ നടത്തുന്ന ആളുകൾ നേരത്തെ പറഞ്ഞല്ലോ, ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ബാങ്ക്സ്, ബ്രോക്കേഴ്സ്, പിന്നെ ലീഡ് മാനേജർ. അപ്പൊ ഇവര് ഈ ഫംഗ്ഷൻ മാത്രമല്ല, ഇവര് പല ഫംഗ്ഷനും മാർക്കറ്റുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നുണ്ട്. അവർ ഇത്തരം ഫംഗ്ഷൻ ചെയ്യുമ്പോൾ അതെന്താണ്, ഒരു പ്രൈമറി മാർക്കറ്റായി അറിയപ്പെടുന്നുണ്ട്. പക്ഷേ ഫിസിക്കലി ആരവിടെ ഉണ്ട്? സെക്കൻഡറി മാർക്കറ്റ് എന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉണ്ട്.
കാരണം BSc NSc നമുക്കൊരു അഡ്രസ്സ് പറയാനുണ്ട് എവിടെ ചോദിച്ചാൽ കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലം അതിനുണ്ട്. ഫങ്ഷൻസ് ഓൺലൈൻ നടക്കുന്നെങ്കിൽ പോലും അല്ലെങ്കിൽ ഓൺലൈനായിട്ട് നടത്താമെങ്കിൽ പോലും അപ്പോൾ അതൊരു വ്യത്യാസമാണ്. ഫിസിക്കൽ ലൊക്കേഷൻ സെക്കൻഡറി മാർക്കറ്റിനെ ഉണ്ടാവുള്ളൂ, പ്രൈമറി മാർക്കറ്റിന് അങ്ങനെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഒരു ലൊക്കേഷൻ ഉണ്ടാവില്ല. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയത്. താങ്ക്സ് ഫോർ വാച്ചിങ്.